ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. 1995 SFIയുടെ കേരള സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് വെച്ച് നടക്കും. അന്ന് ഞാൻ SFIയുടെ ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയാണ്. 95 സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യാനായി അനശ്വരനായ കൂത്തുപറമ്പ് രക്തസാക്ഷി സഖാവ് KV റോഷന്റെ പിതാവ് KV വാസു വരുന്നുണ്ട്. 1995 സമ്മേളനം. റോഷൻ കൊല്ലപ്പെട്ടിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ. 94 നവംബർ 25 കൂത്തുപറമ്പ് വെടിവയ്പുണ്ടാവുന്നത്. സമ്മേളനം നടക്കുന്നത് ജൂണിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഒരു 6 മാസം കഷ്ടിച്ച് ആയിട്ടേ ഉള്ളൂ. മകനെ നഷ്ടപ്പെട്ട വേദനയുമായി SFI സംസ്ഥാന സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യാനായി അനശ്വരനായ രക്തസാക്ഷി KV റോഷന്റെ പിതാവ് KV വാസു എത്തുന്നു. അദ്ദേഹം സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യാൻ കടന്നു വരുമ്പോൾ തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിലുള്ള മുദ്രാവാക്യത്തിന്റെ ഘോഷമാണ്. കണ്ണുകൾ നിറഞ്ഞു പോകുന്ന അനുഭവം. പ്രസംഗിക്കാനായി സഖാവ് വാസു മൈക്കിന്റെ മുന്നിലെത്തുമ്പോ ഹൃദയമിടിപ്പ് കേൾക്കാവുന്ന നിശബ്ദതയാണ് ഹാളിലെമ്പാടും. അദ്ദേഹത്തിന്റെ ഓരോ വാക്കും പ്രതിനിധികൾ ഹൃദയം കൊണ്ടാണ് ഏറ്റുവാങ്ങുന്നത്. ഇന്നലെ എന്ന പോലെ ആ പ്രസംഗത്തിലെ ഓരോ വാക്കും എന്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അദ്ദേഹം ആ സമ്മേളനത്തിൽ തന്റെ പ്രസംഗം ആരംഭിച്ചത് അഭിസംബോധനകളുടെ ഔപചാരികതകൾ ഏതുമില്ലാതെ രക്തസാക്ഷിയുടെ പിതാവ് തന്റെ പ്രസംഗം ആരംഭിച്ചത് ഇങ്ങനെയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മരിച്ചുപോയവരെ ജീവിപ്പിക്കാൻ എനിക്ക് പ്രത്യേകമായ ഒരു സിദ്ധിയുമില്ല. അങ്ങനെ ഒരു സിദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ പ്രിയപുത്രൻ റോഷന്റെ കൈപിടിച്ച് നനവ് വിട്ടുമാറിയിട്ടില്ലാത്ത ബലികുടീരത്തിന്റെ പച്ചമണ്ണിൽ ചവിട്ടി നിന്ന് എന്റെ മകൻ റോഷന്റെ കൈപിടിച്ച് വിളിച്ചുണർത്തി SFIയുടെ സമരപന്തലിൽ ഒരിക്കൽ കൂടി കൊണ്ടുവന്ന് നിർത്തുമായിരുന്നു എന്നാണ്. അതാണ് രക്തസാക്ഷിയുടെ പിതാവിന്റെ ശബ്ദം. എന്റെ മകൻ മരിച്ചുപോയല്ലോ എന്ന വേദനയല്ല, പകരം കൊല്ലപ്പെട്ട മകന് ജീവൻ നൽകാൻ എനിക്കൊരു സിദ്ധിയുണ്ടായിരുന്നെങ്കിൽ ആ മകനെ വിളിച്ചുണർത്തി വീണ്ടും SFIയുടെ പതാക തന്നെ പിടിപ്പിക്കുമായിരുന്നു എന്ന് പറയുന്ന രക്ഷിതാക്കളെയാണ് കേരളത്തിലെ രക്തസാക്ഷികളുടെ രക്ഷിതാക്കളായി നാം പരിചയപ്പെട്ടിട്ടുള്ളത്. അതാണ് അനുഭവം.